ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. വ്ളോഗെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഇവിടെ ഉത്തരായൺ വരാണ്. ഉത്തരായൺ മീൻസ് കൈറ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ കൈറ്റ് ഫെസ്റ്റിവലിന് പട്ടം പറപ്പിക്കലും അതൊക്കെ ഞങ്ങളുടെ ഗുജറാത്തിൻ്റെ മെയിനാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ പോകാൻ പോണ റോഡുണ്ടല്ലോ, ഇവിടെ അഹമ്മദാബാദിൽ ഇഷ്ടം പോലെ ഗേറ്റുകളുണ്ട് കേട്ടോ. തീൻ ദർവാജ, ലാൽ ദർവാജ, അങ്ങനെ കുറേ അതിലത്തെ ഒരു ഗേറ്റിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഈ ഏരിയയിൽ കൂടുതലും മുസ്ലിംസൊക്കെയാണ്, കുറേ കച്ചവടങ്ങളുണ്ട്, ചെറിയ ഷോപ്പുകൾ. പക്ഷേ ഇപ്പോൾ അതേ പട്ടങ്ങളുടെ സീസണാകുമ്പോൾ മിക്ക കടകളിലും പട്ടങ്ങൾ കൈറ്റ് ഫെസ്റ്റിവലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ കാണുന്നതൊക്കെ പലതരത്തിലുള്ള പട്ടങ്ങളാണ് കേട്ടോ. പട്ടം പറപ്പിക്കുമ്പോഴേ ഈ പട്ടത്തിൻ്റെ നൂല് കുപ്പിച്ചില്ല് അരച്ച് പരട്ടിയിട്ടൊക്കെ ഇരുന്നത്. ഈ കാണുന്ന സാധനം എന്താണെന്നറിയോ, ഒരു മാല പോലെ ക്ലിയറായി കാണുമെന്ന് അറിയില്ല. കുറേ ഇതിരിക്കുന്നതൊക്കെ നമ്മൾ പട്ടം പറപ്പിക്കുമ്പോൾ വിരലുമ്പോൾ ചുറ്റും, നമ്മുടെ ചെണ്ടക്കാരെ കയ്യുമ്പോൾ ചുറ്റണ പോലെ. കാരണം ഇപ്പം ഞാൻ പറഞ്ഞു വന്നില്ലേ, കുപ്പിച്ചില്ലുകളൊക്കെ അരച്ചിട്ടാണ് ഈ പട്ടത്തിൻ്റെ നൂലുമ്മ നമ്മൾ അവർ ഇതാക്കി തരാം. അപ്പോൾ അത് നമ്മളെന്ന് പറയണമെങ്കിൽ വേറെ പട്ടം മുറിക്കലാണ് മെയിനായിട്ട് ഉത്തരായണിൻ്റെ മെയിൻ പരിപാടി. അതൊരു ഇവിടെയുള്ളവർക്കൊക്കെ ഭയങ്കര ഹരാട്ടാണ്. എൻ്റെ രാകേഷേട്ടനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. എല്ലാവരിലും മുറിഞ്ഞിട്ട് ഇരിക്കാറുള്ളത്. പിള്ളേർക്ക് അതിനേക്കാളും ഹര. അത്യാവശ്യം നല്ല വിലയൊക്കെ വരും പട്ടത്തിൻ്റെ നൂലിനൊക്കെ കേട്ടോ. ഇപ്പോൾ പിള്ളേർ പോയി ചോദിച്ചപ്പോൾ 1200 രൂപ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പട്ടം 1 കോടി 2 കോടി എന്നൊക്കെ പറയുക. 1 കോടി 2 കോടി എന്നൊക്കെ കേട്ടപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു ഷോക്കായിരുന്നു, ഇത്ര അധികം പട്ടം എന്തിനാണ് വാങ്ങണം എന്നൊക്കെ. പക്ഷെ 1 കോടി എന്ന് പറഞ്ഞാൽ 20 പട്ടത്തിന് 1 കോടി എന്ന് പറയാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഹര. ഈ 14, 15 ഇവിടെ പൊതുവെ മുടക്കായിരിക്കും. എല്ലാവരും ടെറസിൻ്റെ മുകളിലായിരിക്കും. ഇപ്പോഴേ കുഞ്ഞു പിള്ളേരൊക്കെ പട്ടം പറപ്പിക്കാൻ കയറിയിട്ടാണ്. കഴിഞ്ഞ കൊല്ലത്തെ ബാക്കിയുള്ള നൂലൊക്കെ എടുത്തിട്ട് എൻ്റെ മക്കൾ 2 ദിവസമായിട്ട് നൂല് അന്വേഷിച്ച് നടക്കല. പല വെറൈറ്റീസ് നൂല് കിട്ടും. മുന്നൊക്കെ ചൈന ദോരി ഉണ്ടായിരുന്നു, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പണിക്കുറ്റം കഴിയും, കഴുത്തൊക്കെ മുറിയേ. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വണ്ടിയുമേ ഈ ഒരു എന്താ പറയുക, യു ഷേപ്പുള്ള കമ്പി ഒക്കെ മിക്ക വണ്ടിയുമ്പോഴൊക്കെ 2 വീലറുമ്പോഴേക്കും വെച്ചിട്ടാണ് നടക്കുക. കാരണം എന്താ വെച്ചാൽ ഈ പട്ടത്തിൻ്റെ നൂല് വന്നിട്ട് കണ്ണ് മുറിയൽ, കഴുത്ത് മുറിയൽ, ഇങ്ങനെയൊക്കെ ആയ ആൾക്കാർ മരിക്കൽ. കാരണം വണ്ടി നല്ല അത്യാവശ്യം സ്പീഡിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണില്ലേ നൂല്, അപ്പോൾ കെട്ടിമറിഞ്ഞാൽ വീഴും. പിന്നെ വരുന്ന വണ്ടികൾ നമ്മുടെ മേത്ത് ഇടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഇത്. എനിക്കെന്തോ ഉത്തരായൺ ഭയങ്കര പേടിയാട്ടോ. കാരണം കുറേ കിളികൾക്കൊക്കെ ഈ ചിറക് മുറിയലും മരിക്കലൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പിള്ളേർക്കും ഇവിടെയുള്ളവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്, രാകേഷ് ചേട്ടനൊക്കെ. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ഓരോ ഫെസ്റ്റിവലിനും ഓരോ ഫുഡൊക്കെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഉത്തരായൺ വരുമ്പോൾ നമ്മൾ ചിക്കി എന്ന് പറയും. ചിക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടി മിഠായിന് പലതരം ചിക്കികൾ കിട്ടും. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകാറുണ്ട്, ഞാൻ ഉണ്ടാക്കും. ഇവിടെ വന്നിട്ട് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. എള്ളുണ്ട അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി, എള്ളിൻ്റെ മിഠായി ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. പക്ഷേ ഇപ്പോഴായി പിന്നെ സ്കൂൾ, ട്യൂഷൻ, വീട്, കുട്ടികൾ, അങ്ങനെ ഓരോന്നൊക്കെ. ഇപ്പോൾ രാകേഷേടൻ പറയും, എന്തിനാ അത് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാക്കി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, നമ്മൾ എത്ര ഉള്ള വേണ്ടെങ്കിൽ അത് അത്ര കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉണ്ടാക്കി തരും. അപ്പം അങ്ങനെ ഉണ്ടാക്കല്ലേ ചെയ്യട്ടെ. പിന്നെ ഇവിടെയുള്ള ഒരു ഉത്തരായണമാകുമ്പോൾ നമ്മുടെ കരിമ്പ് കഴിക്കും. ബോറെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതിനെ നിന്നാൽ പറയാമെന്ന് എനിക്കറിയില്ല മലയാളത്തിലിട്ട്. ഇവിടെ ബോറെന്നാണ് പറയുക. അത് കഴിക്കും. അതൊക്കെ ഞാനിനി വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. കാരണം ഗുജറാത്തിലെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാനതൊക്കെ ഇടുന്നതായിരിക്കും. കണ്ടില്ലേ, ആഗസ്റ്റ് എന്നാണ് പറയുന്നത്, 26 ജനുവരി വരുന്ന കാരണം ഫ്ലാഗിൻ്റെ കളറിലുള്ള പട്ടം വരെ ഉണ്ട്. പിന്നെ ഓരോ സിനിമാ താരങ്ങളെ വെച്ചിട്ടും പിന്നെ ഭയങ്കര വലിയ ഭീമൻ പട്ടങ്ങളൊക്കെ ഉണ്ടാവുണ്ട. പിന്നെ പണ്ടേ എന്തോ ചിരാത് കത്തിച്ചിട്ട് ഇങ്ങനെ പറത്തേണ്ട ഒരു സൈസ് പട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് പറപ്പിച്ചിട്ടില്ലേ, രാത്രി അത് പറപ്പിക്കുക. ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ പറപ്പിച്ചിട്ട് ഇതെവിടെയെങ്കിലും പോയി വീഴും. അപ്പോൾ കുറേ അവിടെ ഇവിടെയൊക്കെ കത്തലും ഇതൊക്കെ ഉണ്ടായതിന് ശേഷം അത് ബാൻഡായി. അതുപോലെ ഇപ്പോൾ ചൈന ദോരി പറഞ്ഞില്ലേ, അത് ബാൻഡാണ്. കാരണം ചൈന ദോരി ഭയങ്കര റിസ്ക്കാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. കുറേ പട്ടങ്ങളൊക്കെ മുറിയും. പക്ഷേ എന്താ ചെയ്യുക, കുറേ ആൾക്കാർക്കും കിളികൾക്കൊക്കെ അപകടം ഉണ്ടാവും. അത് കാരണം ചൈന ദോരി വിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒളിച്ച് മറിച്ചിട്ടൊക്കെയാണ് വിൽക്കുക. കാരണം പോലീസ് പിടിച്ചാൽ നല്ല പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ സൂക്ഷിക്കാനവരൊക്കെ സൂക്ഷിക്കണ്ട. ഞാൻ പറഞ്ഞില്ല, ഈ സാധനമൊക്കെ ഞാൻ പിള്ളേർക്ക് 2-3 എണ്ണം അങ്ങനത്തെ വാങ്ങിച്ചു കൊണ്ടുവരും. നമ്മൾ സെല്ലോ ടേപ്പ് പോലെ, പക്ഷെ നല്ല കട്ടി ഉണ്ടാവും. അത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അധികം മുറിയില്ല കേട്ടോ. ഒരു നല്ലൊരു സൈസ് ബാൻഡേജാണത്. ഞാനത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്തൊക്കെ വല്ലയിടത്തൊക്കെ വിരൽ തട്ടിയിട്ട് ഉളുക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊട്ടിക്കുന്നുണ്ട്. ശരിക്കും ചെണ്ട കൊട്ടുകാരെ പോലെ ഇനി പിള്ളേരെ ഞാൻ മുകളിലേക്ക് വിടാറില്ല. കാരണം നമ്മുടെ സേഫ്റ്റി നമ്മുടേതല്ല. അതുപോലെ ഉത്തരായൺ കഴിയണ വരെ നല്ല കാറ്റായിരിക്കും മുകളിൽ, ഈ പട്ടൊക്കെ പറന്ന് പൊന്നണ്ടേ.
പണ്ടൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ചീച്ചൂന് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ പട്ടം പൊട്ടി വരുന്ന പട്ടം ഉണ്ടാവില്ല, ഇപ്പോൾ ഇതുപോലെ ഓരോരുത്തർ മുറിച്ചത് അത് പിടിക്കാൻ ചീച്ചൂന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോടിയല്ല 20 കോടി പട്ടം വാങ്ങിച്ചു കൊടുത്താൽ എൻ്റെ ചീച്ചൂന് ഈ മുറിഞ്ഞ് വന്ന പട്ടം പിടിക്കാൻ ഓടലായിരുന്നു പണി. പക്ഷെ അത് റിസ്ക്കാണ്, കാരണം ഈ ദാബേരെ മുകളിൽ കയറിയിട്ട് ദാബാന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കും, ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ പട്ടം വരുന്നതാവും നോക്കാം നമ്മൾ, ചിലപ്പോൾ കെട്ടി മറിഞ്ഞ് വീഴും ഹാൻഡ് റെയിലിൽ ഇതാവാണ്ട്. അപ്പോൾ അത് കാരണം ചീച്ചൂനോട് പറഞ്ഞു നിങ്ങൾക്ക് എത്ര പട്ടം വേണ്ടെങ്കിൽ അത് ഞങ്ങൾ വാങ്ങിച്ചു തരാം. അതുപോലെ തന്നെ കുഞ്ഞുമക്കൾക്ക് പറപ്പിക്കാൻ അറിയാത്തവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക, ഹൈഡ്രജൻ ബലൂൺ കിട്ടും, അപ്പോൾ അത് കെട്ടിയിട്ട് കൊടുത്തിട്ട് ഇതാക്കും. ഞാൻ ഉണ്ണിക്കുട്ടനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുക, ഒരു ആണിയുമേ ഒരു പട്ടം നൂല് വെച്ച് കെട്ടിയിട്ട് ഇട്ട് കൊടുക്കും നമ്മുടെ, അല്ലെങ്കിൽ നമ്മുടെ ജനലേക്ക് കറക്റ്റടില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അങ്ങനെ ഇരുന്ന് വലിക്കുക, അങ്ങനെയാണ് ചെയ്തോടുന്ന. ഉണ്ണിക്കുട്ടനും ചീച്ചൊക്കെ ചെറുതായിരിക്കുമ്പോട്ടെ ഓരോ രസങ്ങൾ ആലോചിക്കുമ്പോൾ കുറേ ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ഉത്തരായൻ്റെ വിശേഷങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ ചാനലും എൻ്റെ ചാനലിലെ വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. എനിക്ക് സാധാരണ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ താങ്ക് യു കേട്ടോ.